എം.എൽ.എ. കുപ്പായം തുന്നി കാത്തിരിക്കുന്നവർ എന്നൊരു പ്രയോഗം തന്നെ മലയാളത്തിലുണ്ട്. ഇങ്ങനെ എം.എൽ.എ. കുപ്പായം തുന്നുകയും ജനങ്ങൾ ജയിപ്പിച്ചിട്ടും ആ കുപ്പായം ഇടാൻ കഴിയാതെയും പോയ ജനപ്രതിനിധികൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. വോട്ട് ചെയ്ത് ജനങ്ങൾ ജയിപ്പിച്ചിട്ടും രാഷ്ട്രീയ ചതുരംഗക്കളിയിലെ അനിശ്ചിതത്വം കാരണം നിയമസഭാംഗങ്ങളാകാൻ കഴിയാതെ പോയവർ. കേരള രാഷ്ട്രീയത്തിൽ ഈ അപൂർവത നടന്നത് 1965-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ശങ്കർ മന്ത്രിസഭയുടെ പതനത്തിനു ശേഷം 1965 മാർച്ച് 4-നു നടന്ന മൂന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് വലിയ രണ്ട് പിളർപ്പുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM, CPI എന്നിങ്ങനെ രണ്ടായതിനു ശേഷവും കോൺഗ്രസ് പിളർന്ന് കേരള കോൺഗ്രസ് ഉണ്ടായ ശേഷവും കേരളം ആദ്യമായി പോളിംഗ് ബൂത്തിലെത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു അത്. ഏത് വിഭാഗത്തിനാണ് അതാത് പാർട്ടിയിൽ കൂടുതൽ അംഗീകാരവും പിന്തുണയുമെന്നതുകൂടിയായിരുന്നു മൂന്നാം തിരഞ്ഞെടുപ്പിലെ വിഷയം. ദ്വയാംഗത്വ മണ്ഡലം ഇല്ലാതെ